അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സയൻസ് ആൻഡ് AI എന്ന് പറയുന്ന ഡൊമൈൻസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 കരിയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തേതാണ് ഏറ്റവും ഡിമാൻഡുള്ള ഡേറ്റ സയൻറ്റിസ്റ്റ്. ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം വലിയ അളവിലുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ അടുത്ത വർഷത്തെ സെയിൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇവർക്ക് ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് പൈത്തണും ആറും പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൊമൈനിൽ ഏറ്റവും ഉയർന്ന സാലറി കിട്ടുന്ന ജോബ് റോൾസിൽ ഒന്നുകൂടിയാണ് ഈ പറയുന്ന ഡേറ്റ സയന്റിസ്റ്റിൻ്റെത്. രണ്ടാമത്തേതാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ. അപ്പോൾ AI-യുടെ ഒരു സോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനും കാര്യങ്ങൾ പഠിക്കാനും മെഷീനുകളെ പ്രാപ്തരാക്കുന്നവരാണ് ഇവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT അല്ലെങ്കിൽ ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും ഡേറ്റ സയൻസും കൂടി ചേരുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടേത്. ദാറ്റ് ഈസ് അൽഗോരിതങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നിലവിലുള്ള ഡേറ്റാസ് ഒക്കെ പരിശോധിച്ച് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് എക്സൽ, SQL, പവർ BI അല്ലെങ്കിൽ ടാബ്ലോ പോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഡേറ്റയെ ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. സോ ഒരു ഡേറ്റ സയന്റിസ്റ്റ് ആവാനുള്ള ആദ്യ പടിയായി പലരും കാണുന്നതാണ് ഈ പറയുന്ന ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോലി. ആൻഡ് നാലാമത്തേതാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI റിസർച്ച് സയന്റിസ്റ്റിൻ്റെത്. അപ്പോൾ പുതിയ AI ടെക്നിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു AI റിസർച്ച് സയന്റിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ഡീപ് മൈൻഡ് അല്ലെങ്കിൽ OpenAI പോലുള്ള സ്ഥാപനങ്ങളിൽ പുതിയ മോഡൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇതിന് മാത്തമാറ്റിക്സും റിസർച്ചേഴ്സിലും വലിയൊരു താല്പര്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് അവസാനമായി ഡേറ്റ എഞ്ചിനീയർ. അപ്പോൾ ഒരു വീട് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് അവിടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊരു ഡേറ്റ എഞ്ചിനീയറുടെ ജോലി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫൗണ്ടേഷൻ. അപ്പോൾ ഡേറ്റ സയൻറ്റിസ്റ്റുകൾക്ക് അനലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡേറ്റ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഡേറ്റാ ബേസുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഒന്നാമത്തേതാണ് പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് പ്രധാനമായിട്ടും പൈത്തൺ ആണ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത്. പിന്നീട് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദെൻ SQL. ഓക്കെ, ദാറ്റ് ഈസ് ഡേറ്റാബേസ് മാനേജ്മെന്റ്. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന മറ്റൊന്നാണ്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ആൻഡ് നിങ്ങളൊരു IT ജോലി സ്വപ്നം കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഉറപ്പുള്ള ഒരു മേഖലയാണ് AI ആൻഡ് ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.